ശൈത്യയുടെ കിളി പോയി. സംഭവം നല്ല ഫണ്ണായിട്ടുള്ളൊരു സീൻ ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞതേ ഉള്ളൂ. വേറൊന്നുമല്ല, ഈ ഒരു ടാസ്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് എല്ലാവരും റിലാക്സ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ശൈത്യ ആ ഒരു മറ്റേ നമ്മുടെ ഊഞ്ഞാല് പോലത്തെ ഒരു ചെയർ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആടുകയാണ്. അപ്പോൾ ആ ആടുന്നതിൻ്റെ ഇടയിൽ ശൈത്യ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ലൈവ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ശൈത്യ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ രീതിയിൽ ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ഇതിൽ ആ ഒരു ഡിബേറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറാണ് ശൈത്യക്ക് സംഭവിച്ചിരിക്കുന്നത്. നെവിനും നമ്മുടെ ശൈത്യയും തമ്മിലൊരു ഡിബേറ്റ് നടന്നല്ലോ. അപ്പം ശൈത്യ ഇങ്ങനെ സെൽഫായിട്ട് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലിൽ ആടി ആടി പറയുകയാണ്, ഈ നെവിൻ പറഞ്ഞ കാര്യം മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യമായിരിക്കും. അപ്പോൾ എന്നെ ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത്? 4 നോമിനേഷൻ. അക്ബർ, ജിസേല്, ബാക്കി ആരായിരിക്കും? അടുത്ത പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, പേഴ്സണലി എന്നെ ഇഷ്ടമല്ലാത്ത കുറച്ച് പേരുണ്ട്. പുറമേ എല്ലാവരും ചിരിച്ചിട്ട് നിന്നിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് ആരായിരിക്കും? ദെൻ എഗെയിൻ മൊത്തം ഈ ടാസ്ക് 7 റൗണ്ടാണ്. 4 ടാസ്ക് കഴിഞ്ഞു, 4 പേര് സെലക്ട് ചെയ്തു. അപ്പൊ ഇനി 3 പേരാരായിരിക്കും? ആ 3 പേരുടെ പേരായിട്ട് നമ്മുടെ ബിന്നി, അപ്പാനി, ഷാനവാസ്, പിന്നെ അനുമോള്, രേണു ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ എന്നുവെച്ചാൽ ഒരിടത്ത് തുടങ്ങി പലയിടത്തോട്ട് പോവുകയാണ് ആളുടെ സംസാരം. പിന്നെ 7 റൗണ്ടെന്ന് പറഞ്ഞാൽ 7 ടീമായിട്ടായിരിക്കുമോ നടത്തുക? എങ്ങനെയായിരിക്കും ആ ടാസ്ക് നടത്തുക? ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കണം, ആ ഒരു ടാസ്കിൻ്റെ ആ ഒരു ഡിബേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ നിൽക്കണം എന്നുള്ളത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ശൈത്യയെ ഒന്ന് ചിന്തിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശൈത്യ അത്ര പൊട്ടിയൊന്നും അല്ല കേട്ടോ, ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ളവർ എനിക്ക് യോഗ്യത ഇല്ലെന്നാണോ പറയുന്നത്? അതുകൊണ്ടാണോ, ആ കാരണം കൊണ്ടാണോ ബിഗ് ബോസ് എനിക്കും നെവിനും ഈ ഒരു ടാസ്ക് തന്നത് എന്ന് ശൈത്യ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശൈത്യ പറയുന്ന മറ്റൊരു കാര്യം പ്രേക്ഷകർക്കും കൂടെ കേൾക്കാനുള്ളതാണേ. അകത്ത് ബഹളമൊക്കെ വെച്ച് കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കുന്നവരെ മാത്രമാണോ നിങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ ശൈത്യ ചോദിക്കുന്നുണ്ട്. ദെൻ അത് മാത്രമല്ല, ഫേക്ക് ആണെങ്കിൽ അകത്ത്, ജെനുവിൻ ആണെങ്കിൽ പുറത്ത്. അപ്പം എനിക്ക് ഓർമ്മ വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ 3 സൂര്യ ഇതുപോലെയായിരുന്നു. എലിമിനേഷൻ്റെ ഒരു വക്കെത്തിയ സമയത്ത് സൂര്യ മറ്റേ ബിഗ് ബോസിൽ ഇതൊക്കെ ഒറ്റയ്ക്കിരുന്ന് പലപ്പോഴും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണോ എന്തോ, ഈ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ഓവർലോഡായിരുന്നു. എനിക്കത് വഴങ്ങത്തില്ല. അപ്പോൾ എന്തായാലും ശരി, സൂര്യ ആ ഒരു സംഭവം സംസാരിച്ച ആ ഒരു ഓർമ്മ ശൈത്യ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഡ്രാമ കളിച്ചാൽ അകത്ത്, അതൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഈ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഡ്രാമ കളിച്ചത് മിക്കവാറും നമ്മുടെ അനുമോളെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഉദ്ദേശിച്ചത്. കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രാമ കളിച്ചാൽ അകത്ത്, അത് അനുമോളെ വെച്ചിട്ട് പറഞ്ഞതായിരിക്കാം. പിന്നെ ആര് എന്നെപ്പറ്റി അന്വേഷിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ആരും എന്നെപ്പറ്റി അന്വേഷിക്കുന്നില്ല, ഞാനിവിടെ നിന്നാലെന്താ ഇല്ലെങ്കിൽ എന്താ, ഒറ്റയ്ക്കെന്ന് പറയുകയാണേ. അപ്പം പ്രശ്നം ഉണ്ടായാൽ, ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇനി എന്തൊക്കെയാണേലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ ഇടപെടും എന്ന് സെൽഫായിട്ട് പറയുന്നുണ്ട്. പിന്നെ നെവിനോട് എനിക്ക് ദേഷ്യം ഉണ്ടാകും എന്നായിരിക്കും ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത്. ഹേയ്, ആ എന്തിന് ദേഷ്യപ്പെടണം എന്നൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇതേ ടോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് ദേ അപ്പാനി കയറി വന്ന് അല്ലായിരുന്നു ഈ ബാക്കിയും കൂടെ എനിക്ക് കേൾക്കായിരുന്നു. ശൈത്യ പറഞ്ഞുകൊണ്ടിരിക്കും, ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അപ്പാനി ആണെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ആദില നൂറ ഒരു സെഷൻ കഴിഞ്ഞു. ഇപ്പൊ ശൈത്യ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പം അപ്പാനി ശൈത്യ എടുത്ത് വന്നിരുന്ന് ബാക്കി കഥ പറയാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ലൈവ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ വീഡിയോ എടുക്കാൻ വരുമ്പോൾ നമ്മുടെ അപ്പാനി രേണു ചേച്ചി എടുത്ത് പോയിരുന്നിട്ട് അപ്പാനിയുടെ കഥ പറയാൻ പോവുകയാണ് അടക്കത്തോട്. പിന്നെ അതെന്തായി അറിഞ്ഞില്ല, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഏതായാലും ശരി, ശൈത്യയുടെ ഈ ഒറ്റയ്ക്കുള്ള ഇരുത്തവും സംസാരവും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ഓവർ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചീത്ത വിളിക്കരുത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബൈ.